നമസ്കാരം, ഞാൻ വിനോദ്. പരീക്ഷ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മിക്ക മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. അജി ഒരു ക്യൂവിൽ മുമ്പിൽ നിന്ന് 7-മതും പിന്നിൽ നിന്ന് 10-മതും ആയാൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ അജി ക്യൂവിൽ നിൽക്കുവാണ്. അപ്പോൾ മുമ്പിൽ നിന്ന് എണ്ണിയാൽ ഏതാണ്? 7-മതാണ് നിൽക്കുന്നത്. പിന്നിൽ നിന്ന് എണ്ണിയാലോ 10-മതാണ് നിൽക്കുന്നത്. അപ്പോൾ ആകെ എത്ര പേരുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അതിനുള്ള എളുപ്പ വഴിയാണ് ആകെ എണ്ണം. ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക കണ്ടിട്ട് ഒന്ന് കുറച്ചാൽ മതി. ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഒരു വശത്ത് നിന്ന് 7-മതാ അല്ലേ, മുമ്പിൽ നിന്ന് 7-മതും പിന്നിൽ നിന്ന് 10-മതും. അപ്പൊ 7ഉം 10ഉം ആണ് ആ സ്ഥാനങ്ങൾ അല്ലേ. സ്ഥാനങ്ങളുടെ തുക കാണണം. 7ഉം 10ഉം എത്രയാണ്? 17. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. -1 = 16. അപ്പൊ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ടെന്ന് നമുക്ക് കിട്ടും. 16 പേരാണ് ഉള്ളത്. ആകെ എണ്ണം കാണാൻ ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഇരുവശത്തു നിന്നുള്ള സ്ഥാനങ്ങൾ 7ഉം 10ഉം ആണ്. അത് 17ആണ്. ആ 17ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 16 കിട്ടും. അങ്ങനെയാണ് ഈ ആകെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇനി ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 12-മതും പിന്നിൽ നിന്ന് 17-മതും അല്ലേ. അപ്പം മുന്നിൽ നിന്ന് എണ്ണിയാൽ 12-മത്, പിന്നിൽ നിന്ന് 17-മത്. എന്നാൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? അങ്ങനെ ഇതേ രീതി ചെയ്യണേ. ആ സ്ഥാനങ്ങളുടെ തുക കാണാം. 12ഉം 17. 12 + 17 എത്രയാണ്? 7, 2, 9, 1, 1, 29 പേരുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറയ്ക്കണം. -1 എത്ര പേരാണ്? 28. അപ്പോൾ ഈ ക്യൂവിൽ എത്ര പേരുണ്ട്? 28 പേര് ആകെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ആകെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്, അല്ലെ ആ ക്യൂവിലുള്ള ആകെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുകയിൽ നിന്നും 1 കുറച്ചാൽ മതി. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.